വടാശ്ശേരി പ്ലാന്റ് നഴ്സറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സാന്തോൾ എന്ന് പറഞ്ഞ ഒരു മരത്തരാണ്. ഇതൊരു തണൽ മരമാണ്. അതായത് വീടിൻ്റെ ഉമർത്ത് കൂടുതൽ വെയിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മരം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തണലും കിട്ടും, ഫ്രൂട്ട്സും കിട്ടും. ഫ്രൂട്ട്സിൽ അത് പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ള കളർ ഐസ്ക്രീം പോലെയൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് പുളിയും മധുരമൊക്കെ ആയിട്ട് തോന്നിക്കും. പക്ഷെ ഒരു ചെറിയ ആത്തച്ചക്ക പോലെ നമുക്ക് തോന്നിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉമർത്ത് നമ്മളിത് വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഇലകളും പഴുക്കുമ്പോൾ മഞ്ഞ കളറാവണം. പക്ഷെ സാന്തോളിൻ്റെ ഇലകൾ പഴുത്തു കഴിഞ്ഞാൽ സാന്തോളിൻ്റെ ഇലകളെല്ലാം ചുവന്ന കളറായിരിക്കും. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഉമർത്ത് വെച്ച് പിടിപ്പിച്ചാൽ നമ്മൾ തണൽ ഏറ്റവും കൂടുതൽ കിട്ടും. ഇലകളെല്ലാം ചുവന്നിരിക്കും. മുൻപ് ഉള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ അത്തിയാണ് വെച്ച് പിടിപ്പിച്ചിരുന്നത്. പക്ഷേ അത്തിയുടെ പഴം നമുക്ക് നമ്മുടെ ഇന്ത്യയിലുണ്ടാവുന്ന അത്തിയുടെ പഴം നമുക്ക് കഴിക്കാൻ അത്ര നല്ലതല്ല, കഴിക്കാറുമില്ല. അത് വെറുതെ കിടന്ന് നശിച്ചു പോകാറുള്ളൂ. അപ്പോൾ ഈ സാന്തോൾ വെച്ച് പിടിപ്പിക്കുക, തണ വരുത്തുക. ഇവിടെ ചെറിയൊരു സാന്തോളുമ്മ ഇതിൻ്റെ കായ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ കാണിക്കുകയാണ്. ഇതടെ സാന്തോളിൻ്റെ ചെറിയ കായ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ മാങ്ങ, കണ്ണിമാങ്ങ വരുന്ന പോലെ തോന്നിക്കും. പക്ഷെ മാങ്ങയല്ല, ഇതൊരു ആത്തച്ചക്കയുടെ പോലെയാണ് വരിക, ചെറുതായി.